വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ അഫാന്റെ പുതിയ മൊഴി. മുത്തശ്ശിയെ കൊന്നതിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മാതാവ് ഷെമിയുടെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ചതെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു. അഫാനുമായി ചുറ്റിക വാങ്ങിയ കടയിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തി. പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനാൽ അഫാനെ ഇന്ന് ജയിലിലേക്ക് മാറ്റും. ആദ്യം മാതാവ് ഷെമിയുടെ കഴുത്തിൽ ഷോളിട്ട് മുറുക്കി. ബോധം പോയതോടെ മരിച്ചുവെന്നാണ് അഫാൻ കരുതിയത്. തുടർന്ന് വെഞ്ഞാറമൂട്ടിലെ ആണ്ടവ സ്റ്റോറിൽ നിന്നും ചുറ്റിക വാങ്ങി. ചുറ്റികയിടാനായി ബാഗും വാങ്ങി. തുടർന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള പാങ്ങോടെത്തി മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തി. സൽമ ബീവിയുടെ മാല പണയം വെച്ച ശേഷം വീട്ടിലെത്തിയപ്പോൾ മാതാവ് ഷെമി കരയുന്നത് കണ്ടു. അപ്പോഴാണ് ചുറ്റിക ഉപയോഗിച്ച് മാതാവിൻ്റെ തലയ്ക്കടിച്ചതെന്നാണ് അഫാന്റെ മൊഴി. പാങ്ങോട് പോലീസിന്റെ തെളിവെടുപ്പ് ഇന്ന് പൂർത്തിയായി. ചുറ്റിക വാങ്ങിയ കടയിലാണ് അഫാനുമായി ഇന്ന് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. കടയുടമ അഫാനെ തിരിച്ചറിഞ്ഞു. തുടർന്ന് സ്വർണം പണയം വെച്ച സ്ഥാപനത്തിലും ചുറ്റിക ഇടാനുള്ള ബാഗ് വാങ്ങിയ കടയിലും തെളിവെടുപ്പിനെത്തിച്ചു. മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ വീട്ടിലും പെരുമലയിലെ അഫാന്റെ സ്വന്തം വീട്ടിലും ഇന്നലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.